ഒപ്പം പാട്ട് അല്ലേ, സ്റ്റേറ്റിൽ ഉൾപ്പെടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടും മറ്റൊക്കെ അല്ലേ. ഈ പാട്ട് രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടി. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ മുമ്പേ പാട്ട് സ്കൂളിലായെങ്കിലും എല്ലാം പാടും. ഈ ഒപ്പന പാട്ട് മറ്റു ചില എല്ലാ പാട്ടും ഞാൻ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അത് കുറേ ലോങ് ആയി. സ്റ്റേറ്റ് കുറച്ച് നമുക്ക് പിന്നെ പോയിട്ട് വരുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് വിട്ടതാണ് ഞാൻ. ഈ ഒപ്പന കായങ്ങൾ അങ്ങനെ എല്ലാം പോയിട്ടുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ തൻസിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓൺ വോയിസ് പാടുന്നുണ്ടാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പാടിത്തരാം, നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ പാടാന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ച് നോക്കി. തൻസിക്ക പറഞ്ഞു ഓക്കെ പാടാന്ന് പറഞ്ഞിട്ട് താൽബോയ്സ് വിഷനിൽ തന്നെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 2 പേര് നമുക്ക് ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അത് പാടാൻ പറ്റില്ല, ബിക്കോസ് എന്തെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വന്നൊരു പാട്ടിന്റെ ലിറിക്സ് ചേഞ്ച് ആക്കിയിട്ട് തന്നതാണ് എനിക്ക്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പാടിയതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു മധുര സോങ് ആണ് പാടിയത്. അത് ലിറിക്സ് ഓക്കെ. നമ്മൾ ഇനിയിപ്പോഴും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാം അല്ലേ, അതിന് അങ്ങനെ ഒരു മനസ്സിൽ കഥാപാത്രം ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്തത് എൻ്റെ വർക്കിലായിരുന്നു. റൗഡി ബേബി മീൻസ് ഞങ്ങൾക്കൊരു മീൻസ് ഒരു ബോൾഡായിട്ടുള്ള അങ്ങനെ ചെയ്യണം. മീൻസ് ഞാൻ ഒരു നോർമൽ ലൈഫിലായെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൊരു പാവായിട്ട് ഇരുന്നിട്ട് എൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പാവായിട്ട് ഇരുന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും കുറച്ച് ബോൾഡായിട്ട് നിന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും രണ്ടാണ്. അപ്പോൾ നമുക്ക് ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ കാര്യമായെങ്കിലും ഫാമിലീസിൻ്റെ കാര്യമായെങ്കിലും നമുക്ക് ഒരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്ന്. അപ്പോൾ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുമ്പോഴും. അത് പിന്നെ മുസ്ലിം ഗേൾസ് വരുമ്പോഴേക്കുള്ള ഒരു ഇതാണ്. അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അവസ്ഥ പ്രകാരം വന്നതാണ്, പാഷനായിട്ട് വന്നതല്ല. പിന്നെ ഒരു ക്രൈസായി അങ്ങനെ ചെയ്ത്. പക്ഷെ ബോൾഡ്നെസ് ആണ് എപ്പോഴും നമുക്ക് ചെയ്യാൻ ഒരു താല്പര്യം. നമ്മളിപ്പോഴും പറഞ്ഞു ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം കൊണ്ടാണ് ഇതിൽ കടന്നു വന്നത്, പിന്നെ അത് സ്വീകരിക്കപ്പെട്ടു, നിരവധി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായങ്ങളിൽ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിനോടുള്ള പല പരാതികളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ചെയ്തു വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടപ്പോൾ വലിയ ലൈക്ക് കിട്ടിയിട്ടുണ്ട്, വിമർശനങ്ങളായാലും അപൂർവമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കുന്നു? അതന്നെ, മുസ്ലിം ഗേൾസ് ആകുമ്പോൾക്ക് പിന്നെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടാവും. പക്ഷേ ആൾക്കാർ അംഗീകരിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കായെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള സൈഡായിട്ടുള്ള പിന്നെ ടിക്ടോക്സ് അങ്ങനത്തെ ആയെങ്കിലും ബാക്കിയുള്ള ഡ്രസ്സും കാര്യമെല്ലാം നീറ്റായിട്ടാണ് ചെയ്യുന്നുണ്ട്. പറയാനത്തക്കത്ത ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ്. ആൾക്കാർക്ക് കാണിക്കാൻ പറ്റാത്ത വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പല കമൻസും പല ബാഡ് കമൻസും ടിക്ടോക്ക് ചെയ്യുന്ന മുതലേ ഉണ്ട്. ഓരോന്നും മൈൻഡ് ചെയ്യില്ല. എന്താ പറഞ്ഞെങ്കിൽ പറയുന്ന ആൾക്ക് എന്തും പറയാം. നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കാതെ ആൾക്കാർ പലതും പറയുന്നത്. പക്ഷെ ഞാനത് എല്ലാം ഞാൻ കേൾക്കൂല. അങ്ങനെ നമുക്കറിയുമല്ലോ, എനിക്കറിയും ഞാൻ എങ്ങനെ നിന്നുള്ളത്. അതുപോലെ തന്നെ എന്നെ അറിയുന്ന ആൾക്കറിയും. എൻ്റെ ഫ്രണ്ട്സിനായെങ്കിലും എൻ്റെ മെയിൻ എൻ്റെ ഉമ്മക്കായെങ്കിലും ഞാനിപ്പോൾ പോയിട്ട് നൈറ്റാണ് ഞാൻ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഞാനിപ്പോൾ വർക്ക് പ്രകാരം കുറേ ഗേൾസിൻ്റെ ഒന്നിച്ചിട്ടില്ല, ബോയ്സിൻ്റെ ഒന്നിച്ചിട്ടാണ് ഞാൻ ഉണ്ടാവല്. മീൻസ് ഡയറക്ഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ബ്രദറിനായെങ്കിലും എൻ്റെ ഉമ്മക്കായെങ്കിലും ഒരു പേടി ഉണ്ടാവില്ല. ബിക്കോസ് എന്നെ അവർക്കറിയും, അതുപോലെ എനിക്കും അറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഓരോരോ സമയത്ത് ഭയങ്കര ടെൻഷനല്ല, ഭയങ്കര കാണാൻ ഭയങ്കര ടച്ചാവും. നമ്മൾ ഒരു ചെയ്യാത്ത കാര്യം നമ്മളെ കുറിച്ചിട്ട്